ഹായ് ഗേഴ്സ്, അസ്സാമുഅലൈക്കും. XXL സൈസിൽ വരുന്ന സ്ലിറ്റുള്ള കുർത്തിയുടെ കട്ടിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റിയുടെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് 4 മടക്കി വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കട്ട് ചെയ്യേണ്ട കുർത്തിൻ്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കുർത്തിയുടെ ലെങ്ത്ത് 46.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നൈറ്റിയുടെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് 46.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ബാക്കി വരുന്ന ഭാഗം സ്ലീവിന് എടുക്കേണ്ടതാണ്. ഇനി ഷോൾഡർ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിടുത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ എടുക്കാം. ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ. എന്നിട്ടത് ഒരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് മാറ്റുക, വീഡിയോയിൽ കാണുന്ന പോലെ. റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഒരു കർവ് കൊടുക്കാൻ. ബാക്ക് നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടതൊരു ബോക്സ് ടൈപ്പ് ആക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കർവ് കൊടുക്കാൻ. നെക്ക് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തേക്ക് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ ചെരിച്ച് വരഞ്ഞു കൊടുക്കുക. ഇനി കൈക്കുഴി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് നേരെ വരഞ്ഞു കൊടുക്കാൻ, വീഡിയോയിൽ കാണും പോലെ. കൈക്കുഴി മാർക്ക് ചെയ്തെടുത്ത് ടാപ്പ് വെച്ചിട്ട് ചെസ്റ്റ് വിടുത്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ മാർക്ക് ചെയ്തതും ചെസ്റ്റ് മാർക്ക് ചെയ്തതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലൊരു കർവ് കൊടുക്കുക. ഷേപ്പ് ലെങ്ത്ത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എല്ലാ ടോപ്പിനും 14 ഇഞ്ചല്ല, ഓരോന്നിൻ്റെ അളവനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇനി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി മുകളിൽ നിന്ന് താഴോട്ടേക്ക് 21 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഹിപ്പ് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് വിടുത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്തതൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റും ഷേപ്പും ഹിപ്പും തമ്മിൽ വീഡിയോയിൽ കാണും പോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഷേപ്പ് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ടോപ്പിൻ്റെ താവ് എടുത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താവ് എടുത്ത് മാർക്ക് ചെയ്തതും ഹിപ്പ് എടുത്ത് മാർക്ക് ചെയ്തതും കൂടെ ഇതുപോലെ സ്കൈലോ ടാപ്പോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് സ്ട്രൈറ്റിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്ത് പോകരുത്. അധികം ആർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ കൊടുക്കും. ദയവ് ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.